ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് അറഞ്ചം പുറഞ്ചം സിംബാബ്വേക്കെതിരെ അടിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പായി, വെസ്റ്റ് ഇൻഡീസിനെയും കൂടെ പേടിക്കണം എന്നുള്ളത്. അതായത് ഓസ്ട്രേലിയയും ശ്രീലങ്കയും വെട്ടിച്ചുരുക്കിയ സിംബാബ്വെ അതേ കോൺഫിഡൻസോടുകൂടി സിക്കന്ദർ റാസയും ടീമും വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കാൻ വന്നപ്പോഴേക്കും വെസ്റ്റ് ഇൻഡീസ് എന്താ ചെയ്തത്? ടോസ് തോറ്റിട്ടും വെസ്റ്റ് ഇൻഡീസ് 254 റൺസാണ് 6 വിക്കറ്റിൽ അടിച്ചെടുത്തത്. സിംബാബ്വെ 147 ഒതുങ്ങി 107 റൺസിന് വെസ്റ്റ് ഇൻഡീസ് മത്സരം ജയിച്ചു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യം ബാറ്റിങ്ങിൽ അവരുടെ ഓപ്പണേഴ്സ് ഷായ് ഹോപ്പും ബ്രാൻഡൻ കിങ്ങുമാണ്. ഈ മത്സരങ്ങളിലൊക്കെ തന്നെ ഷായ് ഹോപ്പും ബ്രാൻഡൻ കിങ്ങും വലിയ സംഭാവനകളൊന്നും വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ചെയ്തിട്ടില്ല. ടോപ്പ് ഓർഡർ എപ്പോഴും അവർക്കൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. പക്ഷേ നിക്കോളാസ് പൂർണ്ണൊക്കെ T20യിൽ നിന്നും വിരമിച്ചതിന് ശേഷം വെസ്റ്റ് ഇൻഡീസ് ഒരു ഇന്നർ 3 പ്ലെയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു മോഹിച്ചിരിക്കുമ്പോഴാണ് സിമ്രാൻ ഹെഡ്മയറിനെ അവർ ഇന്നർ 3യിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ 2024 വരെയൊക്കെ സിമ്രാൻ ഹെഡ്മയർ ഇന്നർ 3ക്ക് വേണ്ടി വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ സ്ട്രൈക്ക് റേറ്റോ ബാറ്റിംഗ് ആവറേജോ ഒന്നുമില്ല. പക്ഷേ 2025 ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് വെസ്റ്റ് ഇൻഡീസിൻ്റെ കോച്ച് ഡാരൻ സാമിയൊക്കെ വന്നിട്ട് ഒരു തീരുമാനം അങ്ങ് എടുക്കുകയാണ്. ഹെഡ്മയർ നീ ഒന്നുകൂടെ ഒന്ന് ഇന്നർ 3യിലൊക്കെ ഇറങ്ങി നോക്കും, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. ഹെഡ്മയർ പിന്നെന്താ എന്ന് പറയുന്നു. പിന്നീട് അങ്ങോട്ട് വെസ്റ്റ് ഇൻഡീസിന് മികച്ചൊരു രീതിയിൽ നിക്കോളാസ് പൂരൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ഇന്നർ 3 പൊസിഷനിലേക്ക് ഒരു മികച്ച സംഭാവന കൊടുക്കാൻ സിമ്രാൻ ഹെഡ്മയറിന് സാധിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ അതാണ് നടന്നത്. 7 4 7 പട്ടുകൂറ്റൻ സിക്സറുകളുമായിട്ട് ഏകദേശം 85 റണ്ണാണ് 34 പന്തുകളിൽ നിന്ന്. എത്ര? 34 പന്തുകളിൽ നിന്നും 85 റൺസ്, സ്ട്രൈക്ക് റേറ്റ് ഓഫ് 250 അടിച്ചെടുത്തുകൊണ്ട് ഹെഡ്മയർ പോയത്. ഇനിയിപ്പോൾ ഹെഡ്മയർ മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. റോമൻ പവലുണ്ട്, റൊമാരിയോ ഷെപ്പേർഡ് ഉണ്ട്, ജേസൺ ഹോൾഡർ ഉണ്ട്, അതിൻ്റെ താഴെ നിങ്ങൾക്ക് മാത്യു ഫോർഡേ ഉണ്ട്, പിന്നെ റൂദർഫോർഡും ഉണ്ട്. പവർ ഹൗസ് എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ഒരു കിലോ വാട്ട് പവർ ഹൗസ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നൊരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. പല ടീമുകളും 2016 വിൻഡീസിന് ഓർമ്മ വരുന്നുണ്ട്, 1975 ടീമിന് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ദ ക്ലാസിക്കൽ ടീം ഓഫ് ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് ഇസ് ബാക്ക് എന്നുള്ള തോന്നിപ്പോവുകയാണ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം. ആൻഡ് ബൗളിങ്ങിലും അതേപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിന് ആ ഒരു പവർ പരിപാടി ഉണ്ട് എന്നത് പറയണം. അഖിൽ ഹുസൈൻ ക്യാൻ ബാറ്റ് ആസ് വെൽ. അഖിൽ ഹുസൈൻ ഒരു മെയ്ഡനോട് കൂടി 4 ഓവറിൽ നിന്ന് 3 വിക്കറ്റുകൾ എടുത്ത് 28 റൺസ് മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിൽ വഴങ്ങിയത്. അതുപോലെ തന്നെയാണ് മാത്യു ഫോർഡയുടെ കാര്യം. മാത്യു ഫോർഡയ്ക്ക് കിട്ടുന്ന ലെങ്ത്ത്, അത് എറിയുന്ന ലൈനും ലെങ്ത്തും രസകരമായിട്ട് തോന്നി. മോട്ടിയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. 4 വിക്കറ്റുകളാണ് എടുത്തത്. ഒരു മെയ്ഡനും ഉണ്ട്, 28 റണ്ണ് മാത്രം വഴങ്ങി 4 ഓവറിൽ നിന്ന്. അതോടൊപ്പം തന്നെ ജെയ്സൺ ഹോൾഡറും ഷമാർ ജോസഫും കൂടെ വരുമ്പോഴേക്കും വെസ്റ്റ് ഇൻഡീസ് ഭയക്കണം, നല്ലോണം പേടിക്കണം, നല്ലോണം ഭയക്കണം. ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞ മത്സരത്തെ ഒന്ന് ജസ്റ്റ് വിലയിരുത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഈ 107 റൺസിൻ്റെ വിജയം അവരുടെ പോയിൻറ്റ്സ് ടേബിളിൽ കൊണ്ട് എത്തിച്ചു നിൽക്കുന്നത് 1ാം സ്ഥാനത്തേക്കാണ്. +5 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്, 5 പോയിൻറ്റ് സംതിങ്. സൗത്ത് ആഫ്രിക്കയുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. കാരണം സൗത്ത് ആഫ്രിക്ക ജയിച്ചത് 76 റൺസിനാണ്, വെസ്റ്റ് ഇൻഡീസ് ജയിച്ചത് 107 റൺസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും ഡിഫറൻസ് ഉണ്ടാവും. 3ാം സ്ഥാനത്താണ് ഇന്ത്യ, -3 നെറ്റ് റൺ റേറ്റ്. സിംബാബ്വെ -5 നെറ്റ് റൺ റേറ്റിൽ എത്തി നിൽക്കുന്നു. ഓക്കെ, ഇനി ഇന്ത്യയുടെ സാധ്യതകൾ അതാണല്ലോ നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് എങ്ങനെ നന്നാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് നെറ്റ് റൺ റേറ്റ് ഏറ്റവും നന്നായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ബാക്കി എന്താവും എന്നൊക്കെ പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് നന്നാക്കി എടുക്കണമെങ്കിൽ ഇന്ത്യക്ക് ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നതും പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ചേസ് ഡൗൺ ചെയ്യുമ്പോഴേക്കും ഇന്ത്യക്ക് എങ്ങനെയൊക്കെ ചേസ് ഡൗൺ ചെയ്യാം. അതായത് സിംബാബ്വെക്കെതിരെയാണ് മറ്റന്നാൾ മത്സരം, വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. അപ്പോൾ ഈ -3 ഇന്ത്യക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ സിംബാബ്വെ ആദ്യം ബാറ്റിങ്ങിന് അയക്കുക, അല്ലെങ്കിൽ സിംബാബ്വെ ടോസ് ജയിച്ചിട്ട് ബാറ്റിങ്ങിന് എടുക്കുക. 150 റൺസിന് സിംബാബ്വെ ഒതുക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക, 150 റൺസിന് സിംബാബ്വെ ഒതുക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെങ്കിൽ 11 ഓവറിൽ ഇന്ത്യ അത് ചേസ് ഡൗൺ ചെയ്യണം. 11 ഓവറിൽ 151 എടുത്താൽ മാത്രമേ ഇന്ത്യക്ക് -3 +0 ആക്കി വയ്ക്കാൻ പറ്റത്തുള്ളൂ. +3 അല്ല, +0 പോയിൻറ്റ് സംതിങ് പോസിറ്റീവിലേക്ക് മാറ്റണമെങ്കിൽ 11 ഓവറിൽ തീർക്കണം. ഇനി സിംബാബ്വെ 180 ആണ് എടുക്കുന്നതെങ്കിൽ, 150 അല്ല 180 എടുക്കുന്നതെങ്കിൽ ഇന്ത്യ അത് 11.4 ഓവറിൽ ചേസ് ഡൗൺ ചെയ്യണം. 180 എടുത്താൽ 11.4 ഓവറിൽ 181 എടുക്കണം. സിംബാബ്വെ ഇനി എങ്ങാനും 200 എടുത്തു എന്ന് വിചാരിച്ചോ, എന്നാൽ 12.1 ഇന്ത്യ അത് ചേസ് ഡൗൺ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ നെഗറ്റീവ് കിടക്കുന്നത് പോസിറ്റീവ് ആകാൻ പറ്റൂ. അല്ലാതെ അതിലിപ്പോൾ 13 ഓവറോ 14 ഓവറിലൊക്കെയാണ് ചേസ് ചെയ്യുന്നതെങ്കിൽ ഈ -1 എന്നോ -0.5 എന്നോ ഒക്കെ ആയിട്ടേ മാറുള്ളൂ. പ്ലസ് ആവണമെങ്കിലുള്ള അവസ്ഥയാണ് പറഞ്ഞത്. ഇനി മറ്റന്നാൾ ഇന്ത്യയുടെ മത്സരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് വിധി എഴുതാം. അതായത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം വൈകുന്നേരം 3 മണിക്കാണ് നടക്കുന്നത്. ഈ മത്സരത്തിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ ഭാവി എന്താണെന്ന് മനസ്സിലാവും.
അതായത് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെതിരെ പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് ഗുഡ് ബൈ പറഞ്ഞ് ഈ ടൂർണമെൻറ്റിൽ എല്ലാവരോടും ഷേക്ക് ഹാൻഡും പറഞ്ഞിട്ട് ഇന്ത്യക്ക് പോവാം. പാകിസ്ഥാനോട് ഷേക്ക് ഹാൻഡ് വേണോ വേണ്ടോ എന്നുള്ളത് ഇന്ത്യക്ക് തീരുമാനിക്കാം. പക്ഷേ ബാക്കിയുള്ള എല്ലാ ടീമുകളോടും ഷേക്ക് ഹാൻഡും പറഞ്ഞ് ഇന്ത്യക്ക് പോവാം. അല്ല, സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെതിരെ ജയിച്ചാൽ ഇന്ത്യക്ക് അവിടെ ഒരു സ്ട്രോങ് ചാൻസ് ഉണ്ട്. അതൊരു 50-50 ആണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് ജയിക്കുക എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ഇൻഡീസിന് ഈ ഒരു പവർഫുൾ ലൈനപ്പ് ഉണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉള്ളത് 2 പേരാണ്. ഒന്ന് ട്രിസ്റ്റൻ സ്റ്റബ്സ്, മറ്റൊന്ന് ഡേവിഡ് മില്ലർ. ഇത് 2 പേരും തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബ്രെവസിനൊക്കെ നമ്മൾ പറയാമെങ്കിൽ പോലും ഓക്കെ, ബ്രെവസ് നമുക്കൊരു 50-50 വയ്ക്കാം. ബട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇത്രയും വലിയൊരു പവർ പാക്ക് ഇല്ല. വെസ്റ്റ് ഇൻഡീസിനാവട്ടെ അവരുടെ ടോപ്പ് 2 പ്ലേയേഴ്സ് ഭയങ്കരമായിട്ട് കളിക്കുന്നില്ലെങ്കിൽ പോലും ബാക്കി ടിൽ 8 വരെ അവർക്ക് ബാറ്റർമാരുണ്ട്, ബൗളേഴ്സ് അതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജേസൺ ഹോൾഡർ വന്ന് 4 ബോളിൽ നിന്ന് 2 6 അടിച്ചു. അതിൽ 1 ബോൾ ഡോട്ട് ബോൾ, വിക്കറ്റ് ബോൾ ആയിരുന്നു. പക്ഷെ അങ്ങനെയാണ് പ്ലേയേഴ്സ് അവിടെ. അവർ ഭയങ്കര മസിൽ ടൈം ചെയ്യുന്ന പന്തുകൾ കാണുന്നത്, അടിച്ച 6കൾ എത്ര റോസ് ബാക്ക് ആണ് പോയതെന്നൊക്കെ. റോമൻ പൗലൊക്കെ അടിച്ച 6ഒക്കെ സെക്കൻഡ് ടയർ, തേർഡ് ടയറിലോട്ടൊക്കെ വരെ പോയി. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് സ്ട്രോങ് സ്ട്രെങ്ത്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ഇസ് നോട്ട് എൻ ഈസി വർക്ക്. പലരും പറഞ്ഞു ഇന്ത്യക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്, വെസ്റ്റ് ഇൻഡീസ് അടുത്ത 2 കളി തോറ്റാൽ മതി എന്നുള്ളത്. അതത്ര എളുപ്പമല്ല. വെസ്റ്റ് ഇൻഡീസ് ആണ് അൺബീറ്റൻ ടിൽ നൗ. അതുകൊണ്ട് അതത്ര എളുപ്പമല്ല. വെസ്റ്റ് ഇൻഡീസ് ഇതുവരെ രുചി അറിഞ്ഞിട്ടില്ല ഈ വേൾഡ് കപ്പിൽ. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തണമെങ്കിൽ യു നീഡ് സംതിങ്. അപ്പോൾ ഇനി ഇന്ത്യ സിംബാബ്വേക്കെതിരെ ജയിച്ചു എന്ന് വിചാരിച്ചോ, സിംബാബ്വെ ഔട്ട് ഓഫ് ദി ടൂർണമെൻറ്റ്. അപ്പോൾ തന്നെ സിംബാബ്വേക്ക് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ കളി വെസ്റ്റ് ഇൻഡീസിനെതിരെ 1-ാം തീയതി നടക്കാൻ പോവാണ്. അതിൽ ഇന്ത്യ ഹ്യൂജ് മാർജിനിൽ ജയിക്കണം. അതായത് അത് വെസ്റ്റ് ഇൻഡീസ് നല്ല മാർജിനിൽ ജയിച്ചാൽ വെസ്റ്റ് ഇൻഡീസ് ആൻഡ് സൗത്ത് ആഫ്രിക്ക വിൽ ക്വാളിഫൈ. ഇന്ത്യ തോറ്റു കഴിഞ്ഞാൽ ആണ് വെസ്റ്റ് ഇൻഡീസ് ആൻഡ് സൗത്ത് ആഫ്രിക്ക വിൽ ക്വാളിഫൈ. ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ നല്ല മാർജിനിൽ ജയിക്കുക വേണം. അല്ലെങ്കിൽ പിന്നെ ഓൾ കംസ് അണ്ടർ നെറ്റ് റൺ റേറ്റ്. അപ്പോൾ ബാക്കി 3 ടീമുകൾക്ക് 2 പോയിന്റ് കിട്ടിയെന്നും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നെറ്റ് റൺ റേറ്റിനെ ബാധകമാക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ആൻഡ് സൗത്ത് ആഫ്രിക്ക വിൽ ക്വാളിഫൈ. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു സർക്കസ് കളിയിൽ ഒരു വട്ടത്തിൽ ഇങ്ങനെ തീയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ തീയുടെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇതിങ്ങനെ ഓടി 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 ആ സ്പീഡിലും കാറ്റിലും ഈ തീ കെടുത്തണം. അപ്പോൾ ഈ തീ കെടുത്തണമെങ്കിൽ ഇന്ത്യ നല്ല ശരവേഗത്തിൽ ഓടണം. എന്നാൽ മാത്രമേ തീ കെടുള്ളൂ. എന്നാലേ ആ കാറ്റിൻ്റെ വേഗത്തിൽ തീ കെടുള്ളൂ. അപ്പോൾ അങ്ങനെ ശരവേഗത്തിൽ ഓടിയാൽ മാത്രമേ ഇന്ത്യക്ക് ജയിക്കാൻ കഴിയുള്ളൂ, സെമി ഫൈനൽസിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ പലരും ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് ഇന്ത്യക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്, സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാം. ശുഭാപ്തി വിശ്വാസം നല്ലതാണ്, പക്ഷേ ആ വിശ്വാസം അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമല്ല എന്നതും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.